ഹെവി ലാഗ് തന്നെയാണ്. ചെറിയ ലാഗ് എന്നൊന്നുമല്ല എന്നെ പറയുന്നത്, ഒരു ടോപ്പ് ക്ലാസ് ലാഗ്. ഒരു ഇറങ്ങി പോയാൽ മതി എന്നൊക്കെ ചിലപ്പോൾ മനസ്സുകൊണ്ട് തോന്നിപ്പോവും. പക്ഷെ അത് എന്നെ പോലുള്ളവർക്ക്, പക്ഷെ പ്രേക്ഷകരിൽ കുറെ പേർക്ക് അത് അക്സെപ്റ്റ് ഉണ്ട്. പുതിയ തലമുറയ്ക്കെന്നല്ല, കുറച്ച് പേർക്ക് അത് അക്സെപ്റ്റുമാണ് എന്നാണ്. പക്ഷെ പിന്നീട് ഈ പടം പോണതിൽ പടത്തിന്റെ തുടക്കം പറയണത് ഇതിലൊരു ലോജിക്കില്ല, നോ ലോജിക്ക്, മറ്റൊന്നുമില്ല, പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ആഫ്റ്റർ ഇന്റർവ്യൂവിന് ശേഷം ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പറയുന്നു, ഇതിലൊരു കഥയുണ്ട്, ഇതിലൊരു ലോജിക്കുണ്ട്, കൃത്യമായിട്ട് അതിന്റെ പ്രസന്റിങ് കപ്പാസിറ്റി ഉണ്ട്, സിനിമയ്ക്ക് വേണ്ടിയ തിരക്കഥയെല്ലാം കൃത്യമായിട്ടുണ്ട്. ഇല്ല കഥയൊന്നും ഇല്ലാതെയൊന്നുമില്ല, കഥ ഇന്റർവേഷൻ കൃത്യമായിട്ടുണ്ട്. അതിലും ഞാൻ പറയില്ല, ബ്ലോഗേഴ്സ് പറയണൊക്കെ ഈ കുറെ പല മണ്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ വിഷമമുള്ളതാണ്. ഒരു ലോജിക്കില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടോ എന്ന് പറയുന്നത് പടത്തിൽ കൃത്യമായിട്ടത് കാണിക്കുന്നുണ്ട്. അത് യഥാർത്ഥമാണ്. ഇന്റർവെല്ലിൽ വരെ ഒരു ലോജിക്കും ഇല്ല. അത് കഥയിലായാലും ഇല്ല, സ്ക്രിപ്റ്റിലായാലും ഇല്ല, കേൾക്കണ നമുക്കായാലും ഇല്ല, ആർക്കും ഇല്ല എന്ന് തന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഇത്തിരിയെങ്കിലും ഒരു ചിരിക്കാറ് എന്തെങ്കിലും എനിക്ക് ചിരിക്കാൻ ഒരു പ്രസന്റേജ് പോലും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല എന്നല്ല, അത്രയ്ക്ക് അത്രയും തറ പരിപാടി. ചില പ്രാവശ്യം കുറെ കുട്ടികളൊക്കെ ഇത് ചിരിക്കുന്നുണ്ട്. എൻ്റെ മകനൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു ആ ഇന്റർവെൽ വരെ പോലും. പക്ഷെ എനിക്ക് ഒട്ടും ഇതില്ല. വൈഫിനും ഇന്റർവെൽ വരെ ഒന്നും പടം അൺസക്സസ് ആയിരുന്നു. ഇന്റർവെൽ ശേഷം നന്നായിട്ട് കത്തി എന്റർടൈനറായിട്ട് കത്തി കയറിയിട്ടുണ്ട് എന്നെ. അങ്ങനെ പിന്നെ പോകുന്ന ഒരു ചിത്രമാണ്. അപ്പൊ ഇതിൽ പടത്തിൽ ലോജിക്ക് ഇല്ല എന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിൽ ലോജിക്ക് ഉണ്ട്. ഇന്റർവെല് ഒരു ലോജിക്കും ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസത്തിന്റെ എൻട്രിയും മറ്റെല്ലാം കൂടെ ആകുമ്പോഴേക്കും പടം നല്ലൊരു ലെവൽ ഓഫ് റേഞ്ചിൽ തന്നെ മാറും. എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈനറായിട്ട് മാറും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുക്കാം, കുട്ടികളായിട്ട് പോകാം, എല്ലാവരോട്ടാണോ ഇതിൽ ആര് ഡിഫറൻ്റ് ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. ഒരു വയസ്സായ കുട്ടിക്കും പോയി കാണാം. അങ്ങനെയുള്ളൊരു സിനിമയാണ്. പിന്നെ ദിലീപിന്റെ സ്വതസിദ്ധമായ ഡയലോഗുകളും എല്ലാം ഉണ്ട്. പക്ഷെ ഇതില് മോഹൻലാലും ദിലീപും കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴത്തേക്കും പിന്നെ ആ സീനെല്ലാം നല്ല അടിപൊളി, എന്റർടൈൻമെന്റിൽ നല്ല അടിപൊളി. മോഹൻലാലിനെ ദിലീപിനെ കണ്ട സഹോദരങ്ങളെ പോലെ തോന്നും, അനിയനും ചേട്ടനും പോലെ. പിന്നെ ഈ പടത്തില് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഇതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഈ പടം അടാർ പരാജയമായി പോയെന്ന്. മോഹൻലാലിനെ എവിടെ അത് പ്രസന്റിൽ കൊണ്ടുവരാൻ സ്ക്രിപ്റ്റ് ഡയറക്ടറോ ദിലീപോ ആരൊക്കെ അവർ തീരുമാനിച്ചെങ്കിലും അത് തന്നെയാണ് ഈ പടത്തിന്റെ വിജയം. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഇതിൽ നിന്ന് മാറ്റുമെങ്കിൽ ഈ പടം അടാർ പരാജയമായി പോയെന്ന്. പിന്നെ ഈ പടത്തിന്റെ എൻട്രിയില് SK സൂര്യയുടെ വരവ്, അത് അടുത്ത പാർട്ടിലേക്കെന്ന പോലെ ഒരു സസ്പെൻസിൽ പോയി നിൽപ്പുണ്ട്. ബാക്കി കഥയൊന്നുമില്ല, കഥയൊന്നും അങ്ങനെ ലോജിക്കില്ല. ഇന്റർവ്യൂ ശേഷം നല്ല ആത്മീയമായിട്ട് കുറച്ച് കഥ, അതൊക്കെ അവിടെ ലോജിക്കൊക്കെ വന്നിട്ടുമുണ്ട്. അല്ലാതെ ഈ നമ്മൾ പിന്നെ വെടിവെപ്പും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ഒരു ലോജിക്കില്ല. അത്